സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപിള്ളിൽ. ഇന്ന് 2026 മെയ് മാസം 8 വെള്ളിയാഴ്ച. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈയിടെ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നത്. ഉച്ചയോടെ ഏതാണ്ട് ട്രെൻഡൊക്കെ എല്ലാവർക്കും മനസ്സിലായി. എങ്കിലും വിശദമായ വാർത്തകൾക്ക് വേണ്ടി മെയ് 5-ാം തീയതിയത്തെ പത്രമൊന്ന് ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ആദ്യമായി എടുത്തു മറിച്ചു നോക്കിയത് ദേശാഭിമാനിയാണ്. അവരെന്ത് പറയുന്നു എന്ന് നോക്കാമെന്ന് കരുതി. അതിലെ വാർത്തകൾ, ആദ്യ പേജിലെ വാർത്തകൾ, ബുള്ളറ്റ് ന്യൂസ് ഇതൊക്കെയായിരുന്നു. ബംഗാളിൽ മമത തോറ്റമ്പി. അവർ അനേക വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം അവർ കീഴടങ്ങിയിരിക്കുന്നു. BJP ആദ്യമായി ബംഗാളിൽ ഭരണം പിടിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ സിനിമാ നടൻ വിജയിൻ്റെ TVK 108 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു. ഏറെക്കാലമായി ഭരണത്തിലിരുന്ന ദ്രാവിഡ കക്ഷികളായ DMKയും AIADMKയും 2-3 സ്ഥാനങ്ങളിലേക്ക് പിന്നോട്ടടിച്ചു പോയി. ഭരണത്തിൽ അവകാശമുന്നയിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ താമസിയാതെ വിജയ് കാണുമെന്ന് വാർത്തയുണ്ട്. ഇതൊക്കെയായിരുന്നു ദേശാഭിമാനിയിലെ ആദ്യ പേജിലെ വാർത്ത. കേരളത്തിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ നടന്നുവെന്നോ അതിൽ ഇടതുമുന്നണി തോറ്റമ്പിയെന്നോ നിലംപരിശ എന്നോ ഒരു വാർത്ത പോലും ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്നില്ല. അത് അവരുടെ കാര്യം. എന്തായാലും ജനം നടപ്പാക്കിയ കാവ്യനീതി എന്നേ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റൂ. സഹികെട്ട ജനത്തിൻ്റെ കർശന മറുപടിയിൽ എതിർകക്ഷിയായ വലതുപക്ഷ കക്ഷിയായ UDFന് ഉജ്ജ്വല വിജയം. അതാണ് എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്ന വാർത്ത. എന്തൊരു മറുപടി! ജനാധിപത്യത്തിൻ്റെ തീർച്ചയും മൂർച്ചയുമുള്ള ജനവിധിയിലൂടെ കേരളം ഭരണമാറ്റത്തിന് പരവതാനി വിരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യും, ആരുണ്ട് ചോദിക്കാൻ എന്ന LDFൻ്റെ സർക്കാർ വിലാസം, ധാർഷ്ട്യം കുറെ കാലമായി കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയുമായിരുന്നു കേരളം. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്വേച്ഛാധിപത്യത്തിനും എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുതയ്ക്കും സമസ്ത മേഖലകളിലെയും അഴിമതിക്കും ഇതിനെല്ലാം മറയായി കെട്ടിപ്പൊക്കിയ PR പ്രചരണങ്ങൾക്കും കാലം കാത്തുവച്ച ഉത്തരമാണ് UDFനെ അധികാരത്തിലേക്ക് വഴി നയിച്ചത്. തുടർ ഭരണത്തിൻ്റെ അധികാര ദുഷിപ്പിൽ നിന്നും പുറത്തു കടക്കാൻ ജനാധിപത്യം കേരളത്തിന് കാണിച്ചു കൊടുത്ത വഴി. അതുകൊണ്ട് തന്നെ ഈ ഫലം UDFൻ്റെ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളുടെയും, അതോടൊപ്പം യഥാർത്ഥ സഖാക്കളുടെയും വലിയ തിരിച്ചറിവിൻ്റെ വിജയമായി മാറുന്നു. പ്രതിപക്ഷമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ് കഴിഞ്ഞ നവംബറിൽ പറഞ്ഞത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. ഈ അവസ്ഥ പരിതാപകരം. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും നിർലജ്ജം പിൻവാതിലുകളെല്ലാം തുറന്നു വയ്ക്കുകയായിരുന്നു പിണറായി സർക്കാർ. ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ ആസൂത്രിതമായ വൻ തട്ടിപ്പ് നടന്നിട്ടും അതിൻ്റെ പിന്നിൽ സ്വന്തം ആളുകളാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ അതിനെ മറയിടാൻ നോക്കിയതും കേരളം കണ്ടു. ആരോഗ്യമേഖലയാകെ ഗ്രസിച്ച വീഴ്ചകളുടെ പരമ്പരയടക്കം ജനം അനുകൂലിച്ച് വോട്ട് ചെയ്യാതിരിക്കാൻ മതിയായ കാരണങ്ങളായിരുന്നു എന്ന് സാരം. തങ്ങൾക്ക് പങ്കില്ലാത്ത എല്ലാ ജനകീയ സമരങ്ങളെയും താഴ്ത്തിക്കെട്ടാൻ CPM നടത്തുന്ന ശ്രമങ്ങളുടെ അപലപനീയ കാഴ്ചകൾ ആശാവർക്കർമാരുടെ സമരത്തിലും, കേരയിൽ സമരത്തിലും,
PSC ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങളിലുമെല്ലാം ഉണ്ടായി. CPM-ലുള്ളവർ പ്രതികളാവുന്ന കൊലക്കേസുകളിൽ ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ രക്ഷിച്ചെടുക്കാൻ സകല മാർഗവും കോടികൾ മുടക്കി സുപ്രീം കോടതി വരെ എത്തി പയറ്റി സർക്കാർ ചെയ്യുന്നത് കേരളം നിസ്സഹായതയോടെ കാണുകയായിരുന്നു. കൊലപാതക രാഷ്ട്രീയത്തിനുള്ള CPM തണൽ എല്ലാ കാലത്തും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണോ ആ പാർട്ടി കരുതിയത്? ദുഷ്ചെയ്തികൾക്ക് ചോദ്യം ചെയ്തതിന് 51 വെട്ടിലൂടെ കൊന്നുകളഞ്ഞ TP ചന്ദ്രശേഖരൻ്റെ 14ാം ചരമവാർഷിക ദിനത്തിലാണ് ഈ ജനവിധി എതിരായി ഉണ്ടായത് എന്നതാണ് ഏറ്റവും വലിയ കാവ്യനീതി. രാഷ്ട്രീയ പക തീർക്കാൻ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെയും പൗരാവകാശ ലംഘനങ്ങളുടെയും തുടർ വഴികൾ തേടുകയായിരുന്നു CPM-ഉം സംസ്ഥാന സർക്കാരും. ജനകീയ പ്രതിഷേധങ്ങളെ സ്വച്ഛാധിപത്യത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും ശൈലിയിൽ അടിച്ചമർത്തിയാണ് ഫാസിസം എന്ന് വിശേഷിപ്പിക്കാൻ പോലും ഇതിനെ മതിയാവില്ല. അധികാര ദുരുപയോഗം സകല സീമകളും ലംഘിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും അതേ ചൊല്ലി പ്രതിഷേധം അലയടിക്കുമ്പോഴും കാരണഭൂതർക്ക് പക്ഷേ കൂസലില്ലായിരുന്നു. വിമർശകരെ സ്വന്തം സൈബർ സേനയെ ഉപയോഗിച്ച് നിരന്തരം വേട്ടയാടുകയും ചെയ്തു. തങ്ങളുടെ ചൊൽപ്പടിയിലുള്ള പോലീസ് സേനയെ രാഷ്ട്രീയ പ്രതികാരമടക്കമുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി CPM ഉപയോഗിക്കുന്നതും കേരളം വേദനയോടെ കണ്ടുകൊണ്ടിരുന്നു. നവകേരള യാത്രക്കിടെ ഉണ്ടായ പോലീസിന്റെ കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തനത്തിനിരയായ AD തോമസ് എന്ന ചെറുപ്പക്കാരൻ ആലപ്പുഴയിൽ ജയിച്ചുകൊണ്ടാണ് CPM-ന് മറുപടി നൽകിയത്. അദ്ദേഹം MLA ആയി, തല്ലുകൊണ്ടവൻ MLA ആയി എന്ന് ചുരുക്കം. ഒരു സംസ്ഥാനത്തിലെയും ഭരണമില്ലാത്ത ഏറ്റവും ദയനീയ പതനത്തിലെത്തി നിൽക്കുകയാണ് CPM. ഇന്ന് ഒരു ഡസനിലേറെ, കൃത്യം പറഞ്ഞാൽ 13 മന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും വലിയ വിജയമൊന്നുമല്ല ധർമ്മടം നൽകിയത്. 50,000 ഭൂരിപക്ഷം ഉണ്ടായത് കുത്തനെ താഴ്ന്നു. CPM-ൻ്റെ വോട്ടുകൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ 10,000-കണക്കിന് വോട്ടുകൾ മാറിയത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? ആ വോട്ടുകൾ ഒന്നും എവിടെയും പോയിട്ടില്ല. അവർ എതിർ കക്ഷികൾക്ക് കൊടുത്തു. തങ്ങളുടെ നേതാവ്, തങ്ങളുടെ പാർട്ടി തുലയട്ടെ എന്ന് യഥാർത്ഥ സഖാക്കൾ വിശ്വസിച്ചു. അവർ അത് നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് സത്യം. കടുത്ത നിരാശയിലും ഞെട്ടലിലുമാണ് ഇടതുമുന്നണി ഭരണം. CPM-നും മുഖ്യമന്ത്രിയുടെ ശൈലിക്കുമെതിരെയാണ് രോഷം പതഞ്ഞു പൊങ്ങുന്നത്. ഭൂരിപക്ഷം കക്ഷികൾക്കും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി. കൃത്യം പറഞ്ഞാൽ 3 പാർട്ടികൾ മാത്രമേ ഉള്ളൂ: CPM, CPI, RJD. ഇവ മാത്രം. അതൊരു രാഷ്ട്രീയ ജീവൻ തന്നെ, നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാണെന്ന വികാരമാണ് പാർട്ടികളിൽ ഇപ്പോൾ തോന്നുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്ന സൂചനകൾ അവ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 17-ൽ നിന്ന് 8-ലേക്ക് ചുരുങ്ങിയ CPI-ക്കുള്ളിൽ CPM-നെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. എല്ലാം മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചതിൻ്റെ മുഖ്യമന്ത്രി തുറന്ന ചർച്ചകൾക്കുള്ള വാതിൽ അടച്ചതും അതിൻ്റെ ഫലമാണ് ഇന്ന് തങ്ങൾ അനുഭവിക്കുന്നതെന്ന വികാരത്തിലാണ് CPI. ഇടതുപക്ഷ മൂല്യബോധങ്ങളിൽ നിന്നും CPM അകന്നെന്ന വിമർശനം മുമ്പേ CPI-ൽ ശക്തമാണ്. പെൻഷനും ആനുകൂല്യങ്ങളും കൊടുത്താൽ ജനങ്ങളെ എക്കാലവും കൂടെ നിർത്താമെന്ന ചിന്ത അവരെ വില കുറച്ച് കാണലായാണ് പാർട്ടി, അതായത് CPI വിലയിരുത്തുന്നത്. ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് എന്തു ചെയ്തു എന്നതാണ് പ്രധാന ചോദ്യം. പരമ്പരാഗത മേഖലയ്ക്കും ജനങ്ങൾക്കും നേരിട്ട് ബാധിക്കുന്ന വകുപ്പുകൾക്കും കൂടുതൽ പരിഗണനയും പ്രാധാന്യവും നൽകണമെന്ന CPI-യുടെ ദീർഘകാല ആവശ്യവും CPM ഗൗനിച്ചതേയില്ല. LDF-ൽ തുറന്ന ചർച്ചകളും കൂടിയാലോചനകളും ഇല്ലാതായെന്ന് എല്ലാ ഘടകകക്ഷികളും പറയുന്നു. മുഖ്യമന്ത്രി വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. ഇരുന്ന ശേഷം
LDF കൺവീനർ അജണ്ട വായിക്കുന്നു. അതിലെന്തെങ്കിലും ഇപ്പോൾ വേണോ എന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി ചോദിച്ചാൽ മൗനമാണ് ഉത്തരം. അതോടെ അത് മാറ്റിവെക്കുന്നു. ഇതാണ് ഏറെക്കാലമായി കേരളത്തിൽ നടന്നു വന്നിരുന്നത് എന്നതാണ് സത്യം. നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയേണ്ട സന്ദർഭങ്ങളെല്ലാം ഭയപ്പെടുത്തുന്ന മൗനം പാലിച്ച് തീരുമാനമെടുക്കാനുള്ള സർവാധികാരങ്ങളും മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്ത് മാറിയെന്ന മന്ത്രിമാർക്കും LDF ഘടകകക്ഷികൾക്കും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കനത്ത തോൽവിയുടെ കാരണക്കാർ തങ്ങളല്ലെന്ന മട്ടിൽ ഒഴിഞ്ഞു മാറാനാണ് ഇപ്പോൾ പല ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരുമൊക്കെ ശ്രമിക്കുന്നത് എന്നും നാം ഈ അവസരത്തിൽ ഓർക്കണം. ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന് ചില ഘടകകക്ഷികൾ ഇപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞു. അവർ അത് തുറന്നു പറഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അവരുടെ മൗനവ്രതവും പരാജയത്തിൻ്റെ ആക്കം കൂട്ടി എന്നുള്ളതാണ് സത്യം. മുന്നണി ഭരണത്തിലുള്ളപ്പോൾ നയപരമായ കാര്യങ്ങൾ LDF ആലോചിച്ച് തീരുമാനിക്കുക എന്നതായിരുന്നു കീഴ്വഴക്കം. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ മുന്നണിയും മന്ത്രിസഭയുമെല്ലാം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി. ഇടത് ജനാധിപത്യ മുന്നണി വെറും ഇടത് മുന്നണിയായി മാറി. CPIക്ക് മാത്രമേ അല്പമെങ്കിലും ഒരു സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നുള്ളൂ. 2021 മുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് CPM നേതൃത്വം അവകാശപ്പെട്ടത്. ഇതോടെ മുന്നണിയും ഘടകകക്ഷികളും അപ്രസക്തരായി. സത്യത്തിൽ 15% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJP നമ്മുടെ മുഖ്യമന്ത്രിയും BJP കേന്ദ്ര നേതൃത്വവുമായുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഫലമായി മുഖ്യമന്ത്രിക്ക് എതിരായുള്ള കേസുകളിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിച്ചു നിർത്താൻ തങ്ങളുടെ വോട്ട് LDFന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് മറിച്ച് നൽകിയതാണ് വിജയത്തിൻ്റെ കാരണമെന്ന് നിഷ്പക്ഷരായ ആൾക്കാർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അത് ആണ് യഥാർത്ഥ കാരണം. കിറ്റ് കൊടുത്തത് ഒരു ചെറിയ കാരണം മാത്രമാണ് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കണം. കേരളത്തിൽ തുടർഭരണം നഷ്ടപ്പെട്ടതോടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലെന്നുള്ള സ്ഥിതിയിലായി CPM. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1957 കേരളത്തിലെ വിജയത്തിനു ശേഷം 1960കളിലെ ഏതാനും വർഷങ്ങളിലൊഴിച്ചാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഭരണത്തിലുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നാം ഈ അവസരത്തിൽ ഓർക്കണം. സാധാരണ ഭരണമൊഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെയും ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഒക്കെ ആവശ്യമില്ലാത്ത ഫയലുകളും കടലാസുകളും നശിപ്പിക്കുന്ന പതിവുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആരംഭിച്ച ഫയൽ കത്തിക്കൽ നടപടി വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതോടെ അതിവേഗത്തിലായി. മന്ത്രിമാരുടെ ഓഫീസിലെയും മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ഓഫീസിലുള്ള പ്രധാനപ്പെട്ട ഫയലുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും ഷ്രെഡിംഗ് മെഷീൻ ഉപയോഗിച്ച് അവ മുറിച്ച് കത്തിച്ച് കളയിക്കുന്നതും ഒരു വൃത്തികെട്ട പരിപാടിയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലത്തെ മനോരമയിൽ ഇതിനെപ്പറ്റി വിശദമായ വാർത്തയുണ്ട്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രശാന്ത് IAS B അശോക് IAS നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ ജയിച്ച UDF ഇതിനെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇനി അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. പാതയാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധന ഉദ്യോഗമെന്തടോ. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധന ഉദ്യോഗമെന്തടോ. ഉണ്ണായി വാര്യരുടെ നളചരിതം 2ാം ദിവസത്തിലെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ദമയന്തിയെ സ്വന്തമാക്കാൻ ദേവന്മാർ കൂട്ടത്തോടെ എത്തിയപ്പോൾ അതിനിടയിൽ ദമയന്തി നളനെ വരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് നാണം കെട്ട് വരുന്ന ദേവന്മാരെ നോക്കി നാരദർ ചോദിക്കുകയാണ്, പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ. വെള്ളമെല്ലാം ആറ്റിലെ വെള്ളമെല്ലാം ഒഴുകിപ്പോയി കഴിഞ്ഞിട്ട് അണ കെട്ടുന്നത് എന്തിനാണെന്ന് ആണ് ചോദ്യം. എന്തായാലും ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ, ഇനിയും ജനങ്ങൾ പാർട്ടിയെ തിരുത്തുമോ അല്ലെങ്കിൽ പാർട്ടിയുടെ ക്യാപ്സുകളിൽ വിഴുങ്ങി പഴയ പോലെ അടിമകളായി തുടരുമോ
ഇതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.